പശുക്കളെ കൊന്നെന്നാരോപിച്ച് ഹിന്ദുത്വവാദികൾ യുവാവിനെ കൊന്നതിൽ പ്രതിഷേധിച്ച് ജമ്മു കാശ്മീരിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ബന്ദ്. കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി ബന്ദ് ആചരിക്കുന്നത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കൂടുതൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ ജമ്മു കാശ്മീരിൽ കേന്ദ്രം വിന്യസിച്ചു. പശുക്കളെ കടത്തുകയാണെന്നാരോപിച്ച് ഉധംപൂരിൽ ഹിന്ദുത്വവാദികൾ പെട്രോൾ ബോംബെറിഞ്ഞതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന യുവാവ് ഇന്നലെ മരിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി ജമ്മു കാശ്മീരിൽ ഇന്ന് ലിബറേഷൻ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ബന്ദ് ആചരിക്കുന്നത്. ബന്ദിനോട് സഹകരിക്കുമെന്ന് വിവിധ സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. 3 പശുക്കളെ ഷാഹിദ് ഭട്ട് എന്ന 16 വയസ്സുകാരനായ യുവാവ് കൊന്നെന്നാരോപിച്ചായിരുന്നു ഷാഹിദും സുഹൃത്തുക്കളും സഞ്ചരിച്ച ലോറിക്ക് നേരെ ഹിന്ദുത്വവാദികൾ പെട്രോൾ ബോംബെറിഞ്ഞത്. എന്നാൽ പശുക്കൾ ചത്തത് ഭക്ഷ്യവിഷബാധ കാരണമായിരുന്നെന്ന് പിന്നീട് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. നിരപരാധിയായ യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കാശ്മീർ താഴ്വരയിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും ജമ്മു ശ്രീനഗർ ഹൈവേ അടപ്പിച്ച് ഗതാഗതം സ്തംഭിപ്പിക്കുമെന്നും ലിബറേഷൻ ഫ്രണ്ട് നേതാവ് യാസിൻ മാലിക് അറിയിച്ചു. കൊല്ലപ്പെട്ട ഷാഹിദിനൊപ്പം ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്ത് അഹമ്മദിന്റെ നിലയും അപകടാവസ്ഥയിൽ തുടരുകയാണ്. അതേസമയം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ സംസ്ഥാനത്ത് കേന്ദ്രം വിന്യസിച്ചു. 100 കണക്കിന് പോലീസുകാരാണ് സംഘർഷാവസ്ഥയെ തുടർന്ന് ഇന്നലെ മുതൽ കാശ്മീരിൽ ക്യാമ്പ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.